ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ദൈവവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ, സ്നേഹം, ആനന്ദം, സമാധാനം നമ്മൾ കണ്ടിരുന്നു. പിന്നീട് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോൾ അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ്. അവിടെ ദീർഘക്ഷമയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദയ, കൈൻഡ്നെസ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ദൈവം ദയ നിറഞ്ഞവനാണ്, ദയാനിധിയാണ് എന്നുള്ള ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപക്ഷെ അത്രയും ദയ നമുക്ക് വേറൊരിടത്തും കണ്ടെത്താനും സാധിക്കുകയില്ല. യോഹന്നാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യോഹന്നാ പ്രവാചകൻ ദൈവത്തോട് വഴക്കിടുമ്പോൾ അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരം പറയുന്നുണ്ട്. യോഹന്നാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ യോഹന്നാ പ്രവാചകൻ പറഞ്ഞതാണ്, ഞാൻ എന്തൊക്കെ പോയി പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവസാനം അവിടെയുള്ള ജനം അനുദപിക്കും, ദൈവം ക്ഷമിക്കും, കാരണം ദൈവം ദയാലുവാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോപിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ദയ നിറഞ്ഞവനാണ് ദൈവം, ദയാലുവാണ് എന്നുള്ളത്. അപ്പോൾ ഈ ദയ, ഈ കൈൻഡ്നെസ്, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ഫലമാണ്. ദൈവത്തിലും ഈശോയിലും നിറഞ്ഞു നിന്നിരുന്ന പ്രത്യേകതയാണിത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും, കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. അപ്പോൾ നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു എന്ന് പറയും. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചാൽ അവിടെ ഈ കൈൻഡ്നെസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നന്ദിഹീനരോടും ദുഷ്ടരോടും ദയ കാണിക്കുന്നു. അവിടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുക? ഫോർ ഹീ ഈസ് കൈൻഡ് ടു ദ അൺഗ്രേറ്റ്ഫുൾ ആൻഡ് ദി ഈവിൾ. അതെ, ദൈവം അവരോട് ദയയുള്ളവനാണ്, ദയ കാണിക്കുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ സ്വർഗസ്ഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുന്നത് ഈ ദൈവത്തിൻ്റെ ദയ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സ്വന്തമാക്കി അത് നമ്മൾ മറ്റുള്ളവരോട് ഈ ദയ കാണിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത്യുന്നതൻ്റെ പുത്രന്മാരായി നമ്മൾ മാറുന്നത്. പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വരിക, ബട്ട് വെൻ ദ ഗുഡ്നെസ് ആൻഡ് ലവിങ് കൈൻഡ്നെസ് ഓഫ് ഗോഡ് റിവീൽഡ് അവർ സേവിയർ അപ്പിയേർഡ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൽ ദയ നിറഞ്ഞിരുന്നിരുന്നു. ഈ ദയ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരേണ്ടതുണ്ട്. മറ്റുള്ളവരോട് ദയയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വചനം എങ്ങനെയാണ് പറയുക? ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അപ്പോൾ വചനം പറയുകയാണ്, ദരിദ്രരെ സഹായിക്കുന്നവർ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, അർഹരായിരിക്കുന്നവരെ സഹായിക്കുന്നവർ, അവർ ആ ദയ കാണിക്കുന്നവർ കർത്താവിനാണ് അത് കൊടുക്കുന്നത്.
കർത്താവ് അവരെ അനുഗ്രഹിക്കും എന്നാണ് കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. സ്നേഹമുള്ളവർ, അപ്പോൾ ദയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനൊരു സുവർണ്ണ നിയമം, ദയയെക്കുറിച്ചൊരു സുവർണ്ണ നിയമം ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്ന 6-ാം അധ്യായം 31-ാം തിരുവചനമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. എന്താണ് ഈ ഗോൾഡൻ റൂള്, അല്ലെങ്കിൽ എന്താണ് ഈ സുവർണ്ണ നിയമം എന്ന് പറയുന്നത്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ വലിയൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് സംഭവിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? മറ്റുള്ളവർ നമ്മളോട് ദയ കാണിക്കണം, മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണം, മറ്റുള്ളവർ നമ്മളെ ശിക്ഷിക്കരുത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ദയയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റു പല നന്മകളുടെ കാര്യത്തിലും നമ്മൾ ഈ ഗോൾഡൻ റൂളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ദയ നിറയാനും ആ ദയയോടുകൂടെ മറ്റുള്ളവരോട് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യത്വം മരവിച്ചു പോയ ഹൃദയങ്ങൾ ഒത്തിരിയേറെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ ദിവസത്തിലും പത്രവാർത്തകൾ, TV വാർത്തകൾ എടുത്തു നോക്കുമ്പോൾ എത്രയോ കൊലപാതകങ്ങളാണ്. കുറച്ച് നാളൊക്കെ സ്നേഹിച്ച് നടന്നു, അതിനുശേഷം സ്നേഹത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ ഒരാളെ കൊല്ലുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി, ഉടനെ തന്നെ ഒരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. കൊച്ചുകുട്ടികളെപ്പോലും കൊല്ലുന്നവർ, അല്ലെങ്കിൽ ക്രൂരമായിട്ട് പെരുമാറുന്നവർ, കൊച്ചുകുട്ടികളെപ്പോലും പീഡിപ്പിക്കുന്നവർ, എന്തുമാത്രം ദയയില്ലാത്ത പ്രവൃത്തികളാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും ഈ നാളുകളിലൊക്കെ എത്ര യുദ്ധങ്ങളാണ് നടക്കുന്നത്. അവിടെ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലൊക്കെ ഇങ്ങനെ ബോംബുകൾ വർഷിക്കപ്പെടുന്നു, മിസൈലുകൾ വർഷിക്കപ്പെടുന്നു. നമ്മൾ നോക്കുമ്പോൾ സ്നേഹമുള്ളവരെ, എന്തുമാത്രം മനുഷ്യരാണ് നരകയാതന അനുഭവിക്കുന്നത്, എന്തുമാത്രം മനുഷ്യരാണ് മരിച്ചു പോകുന്നത്, എന്തുമാത്രം മനുഷ്യർക്കാണ് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നത്. ദയയില്ലാത്ത പ്രവർത്തനങ്ങൾ, മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ കൂടിക്കൂടി വരുമ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ദയ. ഈശോയുടെ ജീവിതത്തിലുണ്ടായ ദയ. ഈശോ പാപികളോടും പാപിനികളോടും എല്ലാവരോടും ചുങ്കക്കാരോടൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന ദയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം ദയ നിറയേണ്ട മറ്റൊരു മേഖല കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കുകളിൽ ദയ ഉണ്ടാകേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര ക്രൂരമായ വാക്കുകളാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും വാക്കുകളുടെ പ്രശ്നമാണ്. ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും വളരെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ വളരെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. സ്നേഹമുള്ളവർ, ഇവിടെയൊക്കെ സംസാരത്തിലും നമ്മൾ ദയുള്ളവരായി മാറേണ്ടതാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മൂർച്ചയേറിയ നാവ്, ദയയില്ലാത്ത സംസാരം, അതൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദയ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയേണ്ടതുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നിരുന്ന ആ ദയ, വിശുദ്ധരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദയ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. അതോടൊപ്പം നമ്മൾ ഈ നാളുകളിൽ ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമായാൽ ഈ ലോകത്തിൽ കൂടുതൽ കൂടുതൽ അനർത്ഥങ്ങളും അപകടങ്ങളും അക്രമങ്ങളും ഒക്കെ സംഭവിക്കും. അതോടൊപ്പം ഈ ലോകത്തിലെ ഭീകരവാദികൾക്ക് വേണ്ടി, അക്രമങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ദയ വന്ന് നിറയേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ ദയ, പരിശുദ്ധാത്മാവ് തരുന്ന ഈ ദയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ദയയുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ദൈവത്തിൻ്റെ ദയ, കർത്താവിൻ്റെ ദയ ഞാൻ അനുഭവിക്കുന്ന പോലെ മറ്റുള്ളവരോടും ദയുള്ളവനായി മാറുവാൻ, ദയുള്ള വ്യക്തിയായി മാറുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് പ്രത്യേകമായിട്ട് നിറയപ്പെടാനും, വളരെ പ്രത്യേകമായിട്ട് ദയ എന്ന ഫലം കൊണ്ട് നിറയപ്പെടാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ ഈശോയ്ക്ക് സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മറ്റെല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയയെക്കുറിച്ചാണ്, കൈൻഡ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ദയ ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു സ്വഭാവമാണ്. നമുക്കറിയാം, യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യോനാ പ്രവാചകൻ നിനവയിൽ ചെന്ന് വചനം പങ്കുവച്ച് അവിടെയുള്ള ജനം മാനസാന്തരപ്പെട്ട് അനുദപിച്ച് അവർ ചാക്കൊടുത്ത് ചാരം പൂശി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ഒഴിവാക്കിയപ്പോൾ യോനാ പ്രവാചകൻ മാനുഷികമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് ദൈവത്തോട് വഴക്കിടുകയാണ്. നമ്മൾ യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നിങ്ങനെയാണ്. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞു. അതെ, ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് യോനാ പ്രവാചകൻ പറയുകയാണ്. ദൈവം ദയാലുവാണ്, കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹനിധിയാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്. അതേ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ദയ. ദൈവത്തിലുള്ളിടത്തോളം ദയ നമുക്ക് മറ്റൊരിടത്തും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. ഇസ്രായേൽ ജനം എത്രയോ വട്ടം ദൈവത്തെ പ്രകോപിപ്പിച്ചു, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ ദൈവം ദയ തോന്നി അവരുടെ ജീവിതങ്ങളിലും അവരുടെ കുടുംബങ്ങളിലും വീണ്ടും വീണ്ടും ഇടപെടുകയാണ്. അത് ദൈവത്തിൻ്റെ സവിശേഷമായ ഗുണമാണ് ദയ. ഈ ദയ ഈശോയുടെ ജീവിതത്തിലും ഈശോയുടെ വ്യക്തിത്വത്തിലും ഈശോയുടെ വാക്കുകളിലും ഈശോയുടെ പാപികളോടും രോഗികളോടുമുള്ള സമീപനത്തിലും ഈ ദയ നിറഞ്ഞു നിന്നിരുന്നു. അതേ സ്നേഹമുള്ളവരെ, ഈശോയുടെ വ്യക്തിത്വത്തിലെ പ്രത്യേകതകൾ, ഗുണങ്ങൾ, നന്മകൾ, അതാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അയക്കുന്നത്.
പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി ദയ ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു, ഒരു കൃപയായിരുന്നു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായി തീരുന്നത് എപ്പോഴാണ്? പിതാവായ ദൈവത്തെ പോലെ കരുണയോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ്, ദയയോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അത്യുന്നതൻ്റെ പുത്രന്മാരായി മാറുന്നതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദയ, കാരുണ്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നടക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും അക്രമ സംഭവങ്ങളും ഓരോ കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, കൊലപാതകങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ദയ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലും ഈ ലോകത്തിലും വന്ന് നിറയേണ്ടതുണ്ട്. മനുഷ്യത്വം മരവിച്ച് കഠിനഹൃദയങ്ങളായി പോയിട്ടുള്ള ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയ കടന്നു വരാൻ, നമ്മുടെ ജീവിതത്തിൽ ഈ ദയ കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും കടന്നു വരുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ഗാനത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം, ദാസരിലേഖണമേ, ശക്തിധനഭിഷേകം, നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം, ദാസരിലേഖണമേ. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലും എല്ലാ ബന്ധങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ദയ എന്ന ഫലം വന്ന് നിറയട്ടെ. ലോകരാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ നടത്തുന്ന എല്ലാ അധികാരികൾക്കിടയിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ദയ, ദൈവത്തിൻ്റെ ദയ വന്ന് നിറയട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ശക്തിധനഭിഷേകം, എല്ലാവരും ചേർന്ന് അഗ്നിധനഭിഷേകം, വിശ്വാസത്തോടെ, വിശുദ്ധിധനഭിഷേകം, ദാസരിലേഖണമേ, ശക്തിധനഭിഷേകം, ആത്മാവേ, അഗ്നിധനഭിഷേകം, പരിശുദ്ധാത്മാവേ, വിശുദ്ധിധനഭിഷേകം നിറയട്ടെ. ദാസരിലേഖണമേ, ആത്മാവേ, ശക്തിധനഭിഷേകം, ശക്തിയോടെ, അഗ്നിധനഭിഷേകം, ദാഹത്തോടെ, വിശുദ്ധിധനഭിഷേകം, കൃപയോടെ,
ദാസരിലേകണമേ. ഒരിക്കൽ കൂടെ ശക്തിധനഭിഷേകം, എല്ലാവരും ചേർന്ന് അഗ്നിധനഭിഷേകം, വലിയ ആഗ്രഹത്തോടെ വിശുദ്ധിധനഭിഷേകം, വലിയ ശക്തിയോടെ ദാസരിലേകണമേ. ശക്തിധനഭിഷേകം, പരിശുദ്ധാത്മാവേ അഗ്നിധനഭിഷേകം, എല്ലാവരിലും നിറയട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് അഭിഷേകം നിറയട്ടെ. ചൊലിക്കട്ടെ, ചൊലിക്കട്ടെ, ചൊലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശു എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ. എല്ലാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും സൗഖ്യം കിട്ടേണ്ട മേഖലകളും ദൈവം ഇടപെടേണ്ട മേഖലകളും ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ദയ, കൈൻഡ്നെസ്, ഈ ഫലം കൊണ്ട് ഞങ്ങളെയും ഈ ലോകം മുഴുവൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.